ാണ് കൊച്ചിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് കരിങ്കല്ലെത്തുന്നത് കോതമംഗലത്തിനടുത്തുള്ള വനഭൂമിയോട് ചേർന്ന കീരമ്പാറയിൽ നിന്നാണ്. കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മലനിരകളെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച ഈ പാറക്കുട്ടകൾ നാശത്തിന്റെ വക്കിലാണ്. കൊച്ചിയിലെ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കരിങ്കല്ലിനും മണ്ണിനും നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ കണ്ടെത്തിയത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ കീരമ്പാറയാണ്. തട്ടേക്കാട് പശുസങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പാറമേട് ഏതാണ്ട് 1000 ഏക്കറോളം വരും. കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇവയുണ്ടാക്കുന്ന സ്വാധീനത്തെപ്പറ്റി ഭൗമശാസ്ത്ര കേന്ദ്രം പഠനം നടത്തിയിട്ടുള്ളതാണ്. സ്വകാര്യ വ്യക്തികൾ വ്യാജപ്പട്ടയം ചമച്ച് പാറമേട് സ്വന്തമാക്കുകയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ വൻതോതിലുള്ള ഖനനത്തിനാണ് ശ്രമം നടക്കുന്നത്. ആദിവാസി കോളനികൾക്കും പ്രദേശത്തെ കർഷകർക്കും പാറഖനനം വൻ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത് പ്രകൃതിയുടെ തിരുശേഷിപ്പുകളാണ്. ഈ തിരുശേഷിപ്പുകൾ നശിപ്പിക്കപ്പെടുന്നത് പ്രകൃതിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും ഗുരുതരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇത് വെട്ടിക്കലിന് അനുമതി കൊടുക്കാതിരിക്കാൻ വേണ്ടി എത്രയും ശക്തമായ സമരവുമായി ഈ തദ്ദേശവാസികൾ മുന്നോട്ട് നീങ്ങും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പാവപ്പെട്ട ഈ പ്രദേശത്തെ ജനങ്ങൾ. കൊച്ചിയിൽ പുതിയ വികസന പദ്ധതികളും വൻതോതിലുള്ള ഫ്ളാറ്റ് നിർമ്മാണവും പുരോഗമിക്കുമ്പോൾ നഗരത്തിൽ നിന്നും ഏറെ അകലെയുള്ള വനമുടികളും മലനിരകളും അപ്രത്യക്ഷമാവുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ അസ്ഥിവാരമാകുന്ന ഈ മലമുടികൾ നശിപ്പിക്കുന്നതോടുകൂടി ഇവിടെയുള്ള മനുഷ്യരുടെ ചുറ്റുപാടുകൾ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയെ കൂടിയാണ് അത് ബാധിക്കുന്നത്. നാടുകാണിയിലെ മലനിരകളിൽ നിന്നും ക്യാമറമാൻ സുജീവിനൊപ്പം പ്രിൻസ് പി വർഗീസ്, ഇന്ത്യ വിഷൻ, കൊച്ചി. ജനതാദൾ ലിസ്റ്റിന്റെ മുന്നണി മാറ്റം അടക്കമുള്ള ഭാവി പരിപാടികൾ ജൂലൈ 12 ചേരുന്ന സംസ്ഥാന കൌൺസിൽ തീരുമാനമെടുക്കും. ജില്ലാ കൌൺസിലുകളുടെ അഭിപ്രായം സ്വരൂപിച്ച ശേഷമായിരിക്കും ഭാവി തീരുമാനങ്ങൾ ആവിഷ്കരിക്കുകയെന്ന് പാർട്ടി അധ്യക്ഷൻ NP വീരേന്ദ്രകുമാർ അറിയിച്ചു. ഔദ്യോഗിക നിലപാട്